എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സെമി ഫൈനലിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ UCL സെമി ഫൈനലിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം UCL അവശേഷിക്കുന്ന 4 ടീമുകൾ PSG, ആഴ്സണൽ, അതുപോലെ തന്നെ ബാസി, ഇന്ററും ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരങ്ങൾ ബാസ VS ഇന്ററും അതുപോലെ തന്നെ ആഴ്സണൽ VS PSG മത്സരങ്ങളൊക്കെ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് നെക്സ്റ്റ് ലെഗിന്റെ ആ ഒരു പ്രിവ്യൂ ആയി കണ്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെഗത്തെ റിസൾട്ട് ഒക്കെ ഒന്ന് നോക്കി വരാം. അപ്പോൾ ഫസ്റ്റ് ലെഗിൽ PSG VS ആഴ്സണൽ മത്സരം നടന്നുണ്ടായിരുന്നത് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ്. അവിടെ PSG നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം ഇത്രയും വലിയ ചീറ്റപ്പുലികളെ തോപ്പിച്ചു വന്ന ആഴ്സണൽ അവരെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് PSG-നോട് 1-0 എന്നുള്ള മാർജിനിൽ തോക്കുകയാണ്. അതെന്തായാലും ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം ആ ഒരു ഇതിൽ തന്നെ വിവാദമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അതിന് മുന്നേ ആർട്ടറ്റ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു PSG-യെ വിലവെക്കാൻ ആഴ്സണൽ ഫാൻസ് തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട്. ഈ ഒരു ആഴ്സണൽ ഫാൻസ് തയ്യാറായതോ ആ ഒരു ബാനറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ആകെ ഒരു ആഴ്സണലിന്റെ ഒരു മുഖമുദ്ര ആ ഒരു റയലിനോട് ഇല്ല ഒരു ജയത്തിന് ശേഷം വലിയൊരു തിരിച്ചടി ഏറ്റമായിരിക്കാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആഴ്സണൽ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്സണൽ ഒരു ബിഗ് ഫേവറേറ്റ്സ് ആണെന്നുള്ളത്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയണൊക്കെ. കാരണം ഈ ഒരു PSG 1-1 നല്ല രീതിയിൽ തന്നെയാണ് PSG കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നിലപാടിൽ ഉറച്ചു നിൽക്കുക. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ PSG-ക്കാണ് കുറച്ച് ഈ ഒരു സെക്കൻഡ് ലെഗും പാടെ നോക്കുമ്പോൾ ചാൻസ്. കാരണം പാർക്കിഡസ് പ്രിൻസസ് പോയി കണ്ട് ആഴ്സണൽ ജയിക്കുക എന്ന് പറയുന്നത്, അതും 2-1 എന്നുള്ള മാർജിനിലൊക്കെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതൊന്നും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഇതിൽ വരുന്നത്. അങ്ങനെ PSG-യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോമഡി ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുന്നേ PSG-യിൽ നെയ്മർ, എംബാപ്പെ, മെസ്സി ഇങ്ങനത്തെ സൂപ്പർ സ്റ്റാർസ് ഉള്ളൊരു സ്ക്വാഡായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ 2020 UCL ഈ ഒരു PSG ഫൈനൽ എത്തിയപ്പോൾ അന്ന് PSG-ന്റെ ഫ്രണ്ട് ത്രീന്റെ ഇതെന്ന് പറയുന്നത് ഇന്നത്തെ മൊത്തം PSG-ന്റെ സ്ക്വാഡ് വാല്യൂവിൻ്റെക്കാട്ടിലും കൂടുതലാണെന്നുള്ളതാണ്. അത്രയും ചീപ്പ് ബഡ്ജറ്റിലാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു PSG-ക്ക് നെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ PSG അന്ന് മുതലേ ചെയ്തുകൊണ്ടിരിക്കുക, ഏകദേശം 2022 മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും PSG-ക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്ക്വാഡിനെ ബിൽഡ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സെർജിയോ റാമോസിനെയും മെസ്സിനെയൊക്കെ കൊണ്ടുവന്ന, വൈനാൾഡത്തിനെയൊക്കെ കൊണ്ടുവന്ന ആ സീസൺ തന്നെയാണ് മെൻഡസിനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതിൽ ആ ഒരു സൈനിങ്സിൽ ഏറ്റവും മികച്ച 2 സൈനിങ്സ് ആണ് ആ ഒരു സീസണിലെ മികച്ച സൈനിങ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻഡസും ഹക്കീമിയാണ്. അങ്ങനത്തെ സൈനിങ്സ് ഒക്കെ ഈ ഒരു, അതേപോലെ തന്നെ വിറ്റീനി ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ കൂടുതൽ പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ PSG-നെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. 1-0 PSG-ക്ക് എമിറേറ്റ്സിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും PSG-ക്ക് തന്നെയാവും പാർക്കിഡസ് പ്രിൻസസിൽ ഒന്നും കൂടി തൂക്കം കൂടുക. എനിക്ക് തോന്നുന്നത് 2025 ഒരു ഫൈനൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് മിക്കവാറും PSG ആകാനാണ് ചാൻസ്. പക്ഷെ നമ്മൾ രണ്ടാമത്തെ മത്സരം എന്ന് വരുമ്പോൾ അത് ഈ ഒരു ബാസിന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്നാണ് ആ ഒരു കളി നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്റർ മിലാനും ബാസി 3-3 സ്കോറിന് ഡ്രോ ആകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരു ബാസിന്റെ ഫസ്റ്റ് മിനിറ്റ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 1-ാമത്തെ മിനിറ്റിൽ തന്നെ ഈ ഒരു ഇന്റർ മിലാൻ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയണം. അങ്ങനെ ആദ്യം 2 ഗോളുകൾ അടിച്ചതിന് ശേഷം പിന്നെ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു കളി എത്രത്തോളം ഇമ്പാക്റ്റഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം 2-2 എന്നുള്ള ഡ്രോയിലാണ് ആ കളി സെക്കൻഡ് ഹാഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം 2 ഗോൾ ഇന്റർ മിലാനും അതിനുശേഷം ഈ ഒരു ബാസ് തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ 1 ഗോളും കൂടി അടിച്ച് 2 ടീമും 3-3 എന്നുള്ള സ്കോറിൽ സമനിലയായിങ്ങാണ്ട് ഈ ഒരു കളി പിരിയുന്നത്. ഇനിയിപ്പോൾ അവിടെ അഡ്വാൻറ്റേജ് ആർക്കാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിലൊരു അഡ്വാൻറ്റേജ് ആയി പറയാന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യം ഉണ്ടെന്നാവും, അത് ഈ ഒരു ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് ഇന്റർ മിലാനാവും. പക്ഷെ അവിടെ കാര്യങ്ങൾ ഇതാകുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ്. പക്ഷെ ബാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇന്റർ മിലാന്റെ ഈ ഒരു ഡിഫൻസ് പൊളിക്കുക എന്നുള്ളത്, അതും ഹോം ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് പൊളിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ബാസിക്ക് അതിന് സാധിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കറിയാം ഇൻസാഗിന്റെ അണ്ടറിലുള്ള ഈ ഒരു ഇന്റർ മിലാൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗിലി പ്രത്യേകിച്ച് ഡിഫെൻസീവ്ലി മികച്ചൊരു ടീമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പക്ഷെ ഈ ഒരു സീസണിൽ മേ ബി ഇൻസാഗിക്ക് ചിലപ്പോൾ ഒരു ടൈറ്റിലൊന്നും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരും. ഇനിയിപ്പോ അവശേഷിക്കുന്ന 2 കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് UCL-ഉം ഈ ഒരു സീരിയയാണ്. സീരിയയിൽ നാപ്പോളി നല്ല രീതിയിൽ തന്നെ ഒരു ടൈറ്റിൽ ഇത് ചലഞ്ച് ഈ ഒരു ഇന്റർ മിലാന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു UCL ആണെന്നുണ്ടെങ്കിലും ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല. ബാസക്കെതിരെ ജയിക്കാന്നുണ്ടെങ്കിലും ഈ ഒരു ഫൈനലിൽ പോയി കണ്ട് ഇന്റർ മിലാൻ കപ്പടിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. പക്ഷെ ഇൻസാഗിന്റെ ആ ഒരു അണ്ടറിലുള്ള ഒരു മിലാൻ എന്ന് പറയുന്ന സ്പെഷ്യലാണ്, ഇന്റർ മിലാൻ എന്ന് പറയുന്ന സ്പെഷ്യലാണ്. അത് അത്രത്തോളം നല്ലൊരു ആ ഒരു കളി കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത്
ഈ ഒരു ക്വാർട്ടർ ഫൈനൽ വരെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാറിക്കണമെന്ന് അറിയില്ല. കാരണം ഈ ഒരു ഇത്രയും കളിച്ച കളിയിൽ ഏറ്റവും കുറവ് ഗോൾ വാങ്ങിയിട്ടുള്ള ടീമാണ് ഈ ഒരു ഇന്റർ മിലാൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഡിഫൻസ് റെക്കോർഡുള്ള ടീമാണ് ഇത് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ എടുത്ത് പറയുന്ന മറ്റൊരു പേരാണ് റാഫീനിയ നമുക്കറിയാം, ഇപ്പോ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനിലെ ബാഴ്സ താരം എന്നുള്ള മെസ്സിന്റെ റെക്കോർഡൊക്കെ ഈ ഒരു റാഫീനിയ മറികടന്നിട്ടുണ്ട്. അങ്ങനെ ഇതിലിപ്പോ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ മെസ്സി ഫാൻസ് തന്നെ പറയേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ റൊണാൾഡോ ഫാൻസ് പറയേണ്ടി വരും. ആർക്ക് പറയാണെങ്കിൽ ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഈ സീസണത്തെ ഫോർമാറ്റ് മാറി, കളികളുടെ എണ്ണം കൂടി, അതൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേയേഴ്സിനൊക്കെ കൂടുതൽ കളി കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോൾ അടിക്കാൻ കഴിയും. അങ്ങനെ പല റെക്കോർഡ്സും ഇനിയും തകരും, അത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു അടുത്ത സീസണോട് കൂടി ഒരു അരഭാഗം റെക്കോർഡ്സ് ഒക്കെ എന്തായാലും തിരുത്തി എഴുതിയപ്പെടും. കാരണം അങ്ങനത്തെ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ പുതിയ UCL എന്ന് പറയുന്നത്. അത് പണ്ടത്തെ മാതിരിയല്ല. എന്തായാലും റാഫീനക്ക് ഈ 2024-25 സീസൺ എന്നുള്ളത് മറക്കാൻ കഴിയാത്തൊരു സീസണായിട്ട് മാറും. കാരണം ഈ ഒരു 52 കളികളിൽ നിന്ന് 53 ഗോളും അസിസ്റ്റ് അടക്കം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു റാഫീന എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫോമിലാണ് ഈ ഒരു ബാഴ്സ ക്യാപ്റ്റൻ റാഫീന കടന്നു പോകുന്നത്. അപ്പോൾ എന്താവും നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ആരൊക്കെയാവും ഫൈനലിൽ ഏറ്റുമുട്ടുക? എനിക്കിപ്പോ ഒന്ന് പറയാനുള്ളത് മേ ബി PSG ആവും. ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ, ആർസണലിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് എപ്പോഴും ഒരു മാറ്റം വരുത്തിയില്ല, ആർസണൽ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന ഈ ഒരു സെമി ഫൈനൽ എന്തായാലും ഈ PSG-ക്കാണ് ചാൻസ് ഫൈനലിൽ കയറാന്നുള്ളത്. അപ്പോൾ നമുക്ക് ആർസണലിനെയാണ് താല്പര്യം. പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരൊക്കെയാവും ഫൈനൽ കളിക്കുക എന്നുള്ളതൊന്ന് ഗസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫൈനലിൽ വരുമ്പോൾ ഒരു പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.